ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻസൊക്കെ ഇട്ടു. അതിന് നല്ലൊരു റെസ്പോൺസാണ് എനിക്ക് ആ വീഡിയോയിൽ കിട്ടിയത്. കുറേ ആൾ പറഞ്ഞു സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള വീഡിയോസ് വേണം. ഇന്ന് ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റാണ്, SSLC ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ 5Kയിലേക്ക് ഉള്ളൊരു യാത്രയാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. SSLC ഇംഗ്ലീഷിൽ 5 യൂണിറ്റ്സ് ആണുള്ളത്. ആ 5 യൂണിറ്റുകളിലായിട്ട് 5 പോയമും പിന്നെ ബാക്കി 10 എന്താണ് കഥകൾ, ആ ഒരു ടൈപ്പൊക്കെയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ചധികം നിങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയം നിങ്ങൾ നല്ലോണം വായിക്കുക, അതായത് ടെക്സ്റ്റ് നല്ലോണം വായിക്കുക. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. നിങ്ങൾക്കിപ്പം ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടോയെന്നറിയില്ല. ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് പാർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വായിച്ച് പഠിക്കുക. കാരണം ഈ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് ചാപ്റ്റേഴ്സിനെ പറ്റി നല്ലൊരു ഐഡിയ, അതിലെന്തൊക്കെയാണ്, അതിലെ ഡീപ്പായിട്ടുള്ള മീനിങ്ങുകൾ എന്തൊക്കെയാണ്, അതൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഭയങ്കര നല്ലതാണ്. അത് നിങ്ങൾക്ക് എക്സാം ടൈമിൽ അതിനുള്ള ടൈം കിട്ടി എന്ന് വരില്ല. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം ചാപ്റ്റർ വായിച്ചു നോക്കാനുള്ള സമയമൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഈ വെക്കേഷൻ സമയം നല്ലോണം യൂസ് ചെയ്യുക. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയം ആ ടെക്സ്റ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. മാത്രമല്ല കുറേ സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ സ്റ്റോറീസിൽ കുറേ ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരണമെങ്കിൽ കുറച്ച് നല്ലോണം വായിച്ചു നോക്കണം. അപ്പോൾ വായന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷിൽ. പിന്നെ നിങ്ങൾക്ക് എഴുതാനും പറ്റും. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം എഴുതാനും പറ്റും. ടെക്സ്റ്റ് ബുക്കിലുള്ള കുറേ വേർഡ്സൊക്കെ ഉണ്ട്, കുറച്ച് വലിയ വേർഡ്സ്, അതൊക്കെ നിങ്ങൾക്ക് എക്സാമിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇങ്ങനെ അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിനെ നല്ലോണം ഇമ്പ്രസ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ ഇനി ഞാൻ ഡിസ്കോഴ്സസ്, അപ്രീസിയേഷൻ, അതിലേക്കൊക്കെ കിടക്കാം. അതും തന്നെ നമുക്ക് അപ്രീസിയേഷനൊക്കെ നോക്കാം. ഒന്നും കാണാപ്പാടം പഠിക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ എന്തൊക്കെയാണ് ഒരു അപ്രീസിയേഷനിൽ വേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അതായത് ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആരെഴുതിയത് ആണ്. പിന്നെ അതിൻ്റെ തീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ തീം എന്താണ്, പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഉള്ളടക്കമാണ്, അതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ബോഡി, അതായത് നമ്മുടെ തന്നിരിക്കുന്ന ലൈൻസിനെ നമ്മൾ വിശദീകരിച്ച് എഴുതണം. അതിൽ ഓരോ ലൈനിനെയും പിന്നെ അതിൽ ഡീപ്പ് മീനിങ് എന്താണ്, അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതിയാലേ കുറച്ച് ഇമ്പ്രഷൻ വരുള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് കൺക്ലൂഷനിൽ മുമ്പേ പോയറ്റിക് ഡിവൈസസ് നിങ്ങൾ എഴുതണം. അതായത് കൺക്ലൂഷനിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട സാധനമാണ് പോയറ്റിക് ഡിവൈസസ്. അത് നിങ്ങൾ പഠിക്കും. 9 ഉണ്ടായിരുന്നു തോന്നുന്നു. ആ ഒരു പോയറ്റിക് ഡിവൈസസിനും നിങ്ങൾ എഴുതണം. അതിൻ്റെ ഉദാഹരണങ്ങൾ എഴുതണം. പോയറ്റിക് ഡിവൈസസ് എങ്ങനെയാണ് ആ ഒരു വരിയെ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുന്നത് ആ പോയത്തിനെ, അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതിയാൽ വളരെ നല്ലതാണ്. മാർക്കൊക്കെ അങ്ങനെ വീഴും. പിന്നെ ഒരു ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ, ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ്, അങ്ങനെയൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അപ്രീസിയേഷൻ എഴുതാവുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു പേജ്, അതായത് ഇതാണൊരു പേജെങ്കിൽ അതിൻ്റെ ഒരു പുറം, പിന്നെ കുറച്ച് ഇങ്ങനെ അടുത്ത പേജിലൊരു ഭാഗമായാലും പ്രശ്നമില്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പോവരുത് എക്സാമൊക്കെ എഴുതുന്ന സമയത്ത്. കാരണം ബാക്കി കുറേ ഡിസ്കോഴ്സസും നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറേ സമയം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സമയം നഷ്ടമാണ്. അപ്പോൾ അപ്രീസിയേഷൻ്റെ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. പിന്നെ ഏതൊരു ഡിസ്കോഴ്സസ് ആയാലും അപ്രീസിയേഷനും ഒക്കെ നമ്മൾ എഴുതുമ്പോഴായാലും നമ്മൾക്ക് വേണ്ടൊരു കാര്യമാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറേ ന്യൂ ആയിട്ടുള്ള വേർഡ്സ് അതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇംഗ്ലീഷ് ബുക്സ് വായിക്കാം, അത് വളരെ നല്ലതാണ്. എനിക്ക് 9ാം ക്ലാസ്സിലൊന്നും അങ്ങനെ ഇംഗ്ലീഷിൽ അങ്ങനെ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ കുറച്ച് ഇംഗ്ലീഷിനൊക്കെ അതായത് പ്രാധാന്യം കൊടുത്ത് പഠിച്ചു തുടങ്ങിയത്. 9ാം ക്ലാസ്സിൽ നിന്നാണ് കുറച്ച് ഇംഗ്ലീഷിന് കുറച്ചൊരു ടഫായിട്ടുള്ള ഒരു ഫീൽ എനിക്ക് വന്നത്. 10ാം ക്ലാസ്സിൽ നിന്ന് ഞാനത് റെഡിയാക്കി എടുത്തതാണ്. പിന്നെ SSLCയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കുറച്ച് ഡിസ്കോഴ്സസ് ആണ്. ഡയറി, അതൊക്കെ ഈസിയാണ്. ശരിക്കും അതൊക്കെ ഈസിയാണ് കേട്ടോ. ഡയറി, ലെറ്റർ, ഇവൻ്റ് ഇൻവിറ്റേഷൻ, സ്പീച്ച്, റൈറ്റപ്പ്, പാരഗ്രാഫ് റൈറ്റിംഗ്, റിവ്യൂ, അതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന എന്തായാലും വരുന്ന ടൈപ്പുള്ള ഡിസ്കോഴ്സസ് ആണ്. റൈറ്റപ്പ് വരാൻ ചാൻസ് ഉണ്ട് 7 മാർക്കിന്. റിവ്യൂ എന്തായാലും വരും. അപ്പോൾ റിവ്യൂ ഒക്കെ നമ്മൾ 7 മാർക്കിനാണ് എക്സാം വരിക. അപ്പോൾ അതൊരു 2-3 പേജൊക്കെ എഴുതണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ 7 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റൂ. പക്ഷേ ഇങ്ങനെ വാരി വലിച്ച് എഴുതിയിട്ടും കാര്യമില്ല. അതിലെ റിവ്യൂ എന്ന് പറയുമ്പോൾ അതിൽ ഇൻട്രൊഡക്ഷൻ, ബോഡി, പിന്നെ കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷനിൽ തന്നെ അതിൻ്റെ സെറ്റിംഗ് എവിടെയാണ്, ഫസ്റ്റ് ഇത് ആരാണ് എഴുതിയത് എന്നൊക്കെ എഴുതാം.
പിന്നെ അതിൻ്റെ സെറ്റിംഗ് എവിടെയാണ്, ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, പിന്നെ ബോഡിയിൽ എന്താണ് അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഫിസിക്കൽ ട്രേറ്റ്സ്, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ആ കഥയിൽ റിവോൾവ് ചെയ്ത് നിൽക്കുന്നത്, എങ്ങനെയാണ് ആ കഥയിൽ ഇങ്ങനെ അവരുടെ ഒരു റോൾ എന്താണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എഴുതണം. ആ ചാപ്റ്ററിനെ പറ്റിയും ഒക്കെ നല്ലോണം ഒരു അറിവുണ്ടെങ്കിൽ, നല്ല ഡീപ്പായിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു റിവ്യൂ എന്നുള്ളൊരു സംഭവം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ആർട്ടിക്കിളും ഉണ്ട്, അതിൽ നമുക്ക് പോഡ്കാസ്റ്റ് ചോദിക്കാം കേട്ടോ. പോഡ്കാസ്റ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്, അത് ചിലപ്പോൾ പബ്ലിക് എക്സാമിലായിരിക്കും അധികവും. നമുക്കിതുവരെ വന്നിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇമെയിലാകുമ്പോൾ അതിൻ്റെയും ഫോർമാറ്റ് ശ്രദ്ധിക്കണം. പിന്നെ ഈവൻറ്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോഴും അതിലെ ഫോർമാറ്റ്, നിങ്ങൾ ഡിസ്കോഴ്സസ് എന്ന് പറയുമ്പോൾ ഫോർമാറ്റ് എന്തായാലും കീപ്പ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു നോട്ട് ഉണ്ടാവാൻ, സ്കൂളിലത്തെ നോട്ടിനേക്കാൾ ഒരു നോട്ട് ഉണ്ടാവുക എന്നുള്ളത് നല്ലതാണ്. അതായത് എല്ലാ ഡിസ്കോഴ്സസും എഴുതി പഠിക്കുക എന്നുള്ളതല്ല, അതിൽ നിങ്ങൾക്ക് മറന്നു പോകുന്ന അല്ലെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, A+ പോയിൻറ്റ്സ്, അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളത് നല്ലതാണ്. ഇതായിരുന്നു എൻ്റെ 10ാം ക്ലാസ്സിലെ എൻ്റെ ഒരു നോട്ട്. പക്ഷേ ഇത്ര വലിയ നോട്ട് വേണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇത്ര വലിയ എന്നോട് കുറേ പേജസൊക്കെ ബാക്കിയുണ്ട് ഇതിൽ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇംഗ്ലീഷ് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു സബ്ജക്റ്റ്. കാരണം ഇങ്ങനെ എഴുതിയാലും എനിക്ക് അത്ര ലാംഗ്വേജ് ഒന്നും ഉള്ളൊരാളൊന്നും അല്ല കേട്ടോ ഞാൻ. പക്ഷേ അത് കുറേ വായിച്ചിട്ടും പിന്നെ ക്ലാസ്സസൊക്കെ കണ്ടും അങ്ങനെ പിന്നെ കുറേ ഇംഗ്ലീഷൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കുറച്ചൊക്കെ ഒരു മാർക്സൊക്കെ കിട്ടിയത് കേട്ടോ. എനിക്ക് എഴുതുമ്പോൾ എൻ്റെ മനസ്സിലത് വരും. പിന്നെ പരീക്ഷ എഴുതുമ്പോൾ എനിക്കതൊക്കെ ഓർമ്മ കിട്ടും. എനിക്ക് എഴുതുന്നത് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. ഇതിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഞാൻ എഴുതി, ഇത് കാണാണ്ട് പഠിക്കുകയല്ല വേണ്ടത്. ഇതിൽ ഞാൻ കുറേ അണ്ടർലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ വേർഡ്സൊക്കെ എനിക്ക് പരീക്ഷയിൽ ഓർമ്മ കിട്ടിയാൽ എനിക്കത് സെൻറ്റൻസ് ആക്കാൻ വേണ്ടി പറ്റും. ഒരു ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും നമ്മൾ നല്ല വൃത്തിയിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കൺക്ലൂഷനൊക്കെ ഞാൻ കുറച്ച് നല്ലോണം തന്നെ അണ്ടർലൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെക്കുന്നത് നല്ലതാണ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഇതുപോലെ ഒന്നും എഴുതി വെക്കാൻ ഞാനൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ എനിക്കെന്തോ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ എഴുതി വെക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു പാടുണ്ട് പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട്, അതിൽ 10 പോയിൻറ്റ്സ് ആണ്. ഇത് നമുക്ക് ഏത് സംഭവത്തിനും ഉപയോഗിക്കാൻ പറ്റും. അതായത് റിവ്യൂ എഴുതുന്നുണ്ടെങ്കിൽ അതിലുപയോഗിക്കാം. പിന്നെ ക്യാരക്ടർ സ്കെച്ചാണ്, അതായത് ഹോഷ്കോമിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കാം. അപ്പം അതൊക്കെ വായിച്ചാൽ തന്നെ ടീച്ചർക്ക് നല്ല ഒരു ഇമ്പ്രഷൻ വരും. ഇതൊക്കെ ഞാൻ സൈലം നോക്കിയിട്ടാണ് കേട്ടോ എഴുതിയത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിരുന്നു സൈലത്തിൻ്റെ നോട്ട്സൊക്കെ. പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ടൈം. നിങ്ങൾക്ക് 2.5 മണിക്കൂറാണ് സമയം. ഒരുപാട് ഡിസ്കോഴ്സസ് ഉണ്ട്, പിന്നെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, അങ്ങനത്തെ കുറച്ച് ചിന്തിച്ചിട്ട് ഉള്ള ഇതുണ്ട്. പിന്നെ ഗ്രാമർ ഇതുണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ടൈം വളരെ പ്രശ്നമുള്ളൊരു സംഭവമാണ്. നമ്മുടെ ബാച്ചിനും അത് ഭയങ്കരമായിട്ട് ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നൊക്കെയാണ് ഒരുപാട് പേര് ചോദിക്കാറുള്ളത്. അതിന് നിങ്ങൾക്ക് നോർമൽ രീതിയിലും എഴുതിയിട്ടും നിങ്ങൾക്ക് എക്സാം കഴിയും. ഒരാൾ ഓരോ രീതികൾ പറയുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ഗ്രാമർ എഴുതിക്കോളൂ, പിന്നെ ഡിസ്കോഴ്സസ് എഴുതാം, അങ്ങനെയൊക്കെ നിങ്ങൾ ഓർഡറിൽ, അതായത് 1, 2, 3 ആ ഒരു ഓർഡറിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് ആ ടൈമിനുള്ളിൽ എഴുതാൻ പറ്റും. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് എഴുതാറുള്ളത്. അതെങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളൊരു ടൈം നോക്കുക, ആ ഒരു ടൈമിൽ ഒരു പേജ് എഴുതി കഴിയണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക. വേണമെങ്കിൽ നോക്കി എഴുതിയാലും മതി. പിന്നെ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാം ടൈം ആകുമ്പോൾ തന്നെ ഒരാൾ പറഞ്ഞുതരും. എന്ത് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സ്പീഡിൽ എഴുതാൻ പറ്റണം. അതിനാണ് ഞാൻ പറയുന്നത് ഡെയിലി ഒരു പേജ് ഇംഗ്ലീഷ് എഴുതുക. ഒരു ടൈം വെച്ചിട്ട്, ഒരു 5 മിനിറ്റ്സ് വെച്ചിട്ട് ഒരു പേജ് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതാൻ പറ്റുക, അതൊക്കെ നല്ല കാര്യമാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്കിനൊക്കെ ചിലപ്പോൾ മാർക്ക് പോകും. നല്ലോണം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ മാർക്ക് കുറക്കും. അപ്പോൾ ഇങ്ങനെ ഡെയിലി എഴുതിയാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കുറയും, പിന്നെ സ്പീഡിൽ എഴുതാനും പറ്റും. പിന്നെ ആ സ്പീഡിൽ എഴുതിയാലും നമുക്ക് നീറ്റായിട്ട് എഴുതാനും പറ്റും. അങ്ങനെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെയിലി ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോഴേ അതിനുള്ള ടൈം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വെക്കേഷൻ സമയത്ത് മാത്രമേ അതിനൊക്കെയുള്ളൊരു ടൈം കിട്ടുള്ളൂ. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റ് സബ്ജക്ട്സുകളായിട്ടുള്ള സയൻസ് സബ്ജക്ട്സ്, മാത്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഇംഗ്ലീഷിന് നോക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു സ്കിൽസൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അതായത് റൈറ്റിംഗ് സ്കിൽസ്, പിന്നെ സ്പീഡിൽ എഴുതാനുള്ള കഴിവ്, നീറ്റായിട്ട് എഴുതാനുള്ള കഴിവ്, അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്രാമർ. നമ്മുടെ ബാച്ചായാലും ഒരുപാട് പേര് മാർക്സ് കുറഞ്ഞ ഒരു ഏരിയ ആണ് ഈ ഗ്രാമർ എന്ന് പറയുന്നത്. നമ്മൾ എത്ര ഡിസ്കോഴ്സസ് എഴുതിയാലും നമുക്ക് ആകെ കിട്ടാൻ പോകുന്നത് ഒരു 55 to 60 മാർക്കുകളാണ്. ബാക്കി 20
അല്ലെങ്കിൽ 25 മാർക്ക് ഫുൾ ഗ്രാമറിലാണ് അടങ്ങിയിട്ടുള്ളത്. ഗ്രാമറിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വരുന്ന ടോപ്പിക്സാണ് റിപ്പോർട്ടഡ് സ്പീച്ച്, എഡിറ്റിങ്, കോൺവെർസേഷൻ കംപ്ലീഷൻ, ഫ്രേസൽ വെർബ്സ്, അങ്ങനെയൊക്കെ. പിന്നെ പോർട്ട്മാൻറ്റോ വേർഡ്സ്, അത് ലാസ്റ്റാണ് കേട്ടോ വരുന്നത്. അത് നിങ്ങൾക്ക് ആദ്യം തന്നെ പഠിക്കാനില്ല, ലാസ്റ്റാണ് വരുന്നത്. പക്ഷേ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ മേക്കിംഗ്, അതായത് ഒരു പാരഗ്രാഫ് തരും, അതിൽ നിന്ന് 3 WH ക്വസ്റ്റ്യൻസ്, പിന്നെ 2 യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതും ഗ്രാമറിൽ പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് 5 മാർക്ക് വരുന്നുണ്ട്. നിങ്ങൾ റൂൾസും അതിൻ്റെ കോൺസെപ്റ്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് എടുക്കാൻ പറ്റുന്നൊരു ഏരിയ തന്നെയാണ് ഈ ഗ്രാമർ എന്ന് പറയുന്നത്. പക്ഷേ അതൊരിക്കലും നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസമോ 2 ദിവസം മുന്നെയോ പഠിച്ചാൽ നമുക്ക് കിട്ടില്ല. 2 ദിവസം മുന്നേ പഠിച്ചാൽ പിന്നെയും നമുക്ക് കിട്ടും, ആ 2 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ തലേ ദിവസം നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ ഇപ്പം ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ എക്സാമിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് റൂൾസൊക്കെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് പറയാനുള്ളത് ഗ്രാമറൊക്കെ കഴിവതും നേരത്തെ തുടങ്ങുക എന്നുള്ളത്. ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും നിങ്ങൾ ഗ്രാമറിൽ. നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ടാത്തൊരു ഒരു ഏരിയ ആയിട്ട് മാറും ഈ ഗ്രാമർ എന്ന് പറയുന്നത്. ഒരുപാട് റിസോഴ്സസ് നിങ്ങളുടെ മുന്നിലുണ്ട്. നമ്മുടെ ബാച്ചിൻ്റെ ലൈവുകൾ എടുത്ത് നോക്കാം, അതിന് മുമ്പത്തെ ബാച്ചിൻ്റെ ഒരു 6 മണിക്കൂറിൻ്റെ ഒരു ലൈവൊക്കെ ഉണ്ട്, അതാണ് ഏറ്റവും അടിപൊളി. അത് കാണാം. അതിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറേ വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്, റിപ്പോർട്ടർ സ്പീച്ചിനൊരു വീഡിയോ, അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. എപ്പോഴായാലും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ പരീക്ഷാ സമയത്ത് ഇതൊക്കെ കണ്ടു തീർത്ത് പഠിക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല, നമുക്ക് മനസ്സിൽ കയറണമെന്നില്ല. ഗ്രാമർ എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ഓർമ്മ വരുന്നത് സൈലം തന്നെയാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് സർ പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങളുടെ ചോയ്സാണ് ഏത് ക്ലാസ് കാണണം എന്നുള്ളത്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് സൈലം തന്നെയാണ്. പക്ഷെ കാരണം അതിൽ ഓരോരോ റൂൾസും ആ ഒരു രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല അത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു എക്സാംസ് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളിപ്പം ഏത് ക്ലാസ്സാണ് കാണുന്നെങ്കിലും ആ ഒരു ക്ലാസ് കാണാം. അതിൽ ഗ്രാമറിൽ എങ്ങനെയാണോ അവരെടുക്കുന്നത്, ഇപ്പോൾ സൈലത്തിലാണെങ്കിൽ ആദ്യം ഇങ്ങനെ റൂൾസൊക്കെ ഇങ്ങനെ പറയും, അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ അത് അപ്ലൈ ചെയ്യും. അതൊക്കെ ഇരുന്ന് നമ്മൾ ചെയ്ത് നോക്കുക. പിന്നെ അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ മാത്സൊക്കെ പോലെ തന്നെയാണ് എനിക്ക് ഗ്രാമറും തോന്നിയത്. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ഗ്രാമർ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും, അത് ഉറപ്പാണ്. എനിക്ക് 9ാം ക്ലാസ്സിൽ നിന്നാണ് ശരിക്കും ഞാൻ ഈ കാര്യം റിയലൈസ് ചെയ്തത്. കാരണം 9ാം ക്ലാസ്സിൽ നിന്ന് ഗ്രാമർ വരുന്ന സമയത്ത് സംഭവം ടഫാണ്. പക്ഷേ എനിക്കറിയില്ല ഗ്രാമർ ഇങ്ങനെയൊക്കെ വരുന്നുള്ളത്. എനിക്ക് ഇങ്ങനത്തെ ടോപ്പിക്സ് പോലും ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ തലേ ദിവസം ഈ സൈലത്തിലെ മാരത്തോണൊക്കെ കാണുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് പോയി. പക്ഷേ എക്സാമിൻ്റെ അടുത്ത് ശരിയാണെന്ന് വിചാരിച്ചെഴുതതും കൂടി തെറ്റായിരുന്നു ശരിക്കും. അങ്ങനെയൊക്കെ ഓരോരോ വികടത്തരം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ 10ാം ക്ലാസ് വെക്കേഷനൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇംഗ്ലീഷിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, ഗ്രാമറിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, കഴിഞ്ഞ കൊല്ലം എനിക്ക് പറ്റിയ തെറ്റുകൾ ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഓണം എക്സാമിന് തന്നെ പഠിച്ചത് ഗ്രാമർ എന്ന് പറയുമ്പം പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കുക, പിന്നെ പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. റിപ്പോർട്ടഡ് സ്പീച്ച്, കോൺവെർസേഷൻ കംപ്ലീഷൻ, അതുപോലത്തെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടല്ലോ. ഈ ഒരു ബുക്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അതിൻ്റെ ആദ്യത്തെ റൂൾസാണ്. അത് എഴുതി വെക്കാം. അതൊക്കെ ഇങ്ങനെ എഴുതി വെക്കാം, നമുക്ക് പെട്ടെന്ന് നോക്കാനും അങ്ങനെയൊക്കെ. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ കുറേ ടോപ്പിക്സ് അതിലുണ്ട്. എന്താണ് ഇഫ് ക്ലോസ്, ക്വസ്റ്റ്യൻ ടാഗ്, പിന്നെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം, പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ളത്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെയുള്ളൊരു ഇതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതിലെനിക്ക് ഇപ്പോഴും കുറച്ചൊരു ഇടയ്ക്കിടയ്ക്ക് തെറ്റാറുള്ളൊരു സാധനം തന്നെയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതും കുറേ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കുറേ ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. പിന്നെയുള്ളൊരു ഇതാണ് ഫ്രേസൽ വെർബ്സ്. അതിൽ ബേസിക്കായിട്ടുള്ള കുറച്ചെണ്ണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചിലതിങ്ങനെ ചോദിക്കും, അതായത് ഇതൊക്കെ ഞാൻ ഫ്രേസൽ വെർബ്സ് ഇങ്ങനെ എഴുതിയതാണ് കേട്ടോ. ഫ്രേസൽ വെർബ്സ് ഒന്നും നിങ്ങൾ അധികം കാണാണ്ട് പഠിക്കരുത്. കാണാണ്ട് പഠിക്കാതെ അതൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഒരു ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ. അതായത് ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം മേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക എന്നുള്ളൊരർത്ഥം എന്താണ് നമുക്കൊരു അറിവ് വേണം. അപ്പോഴാണ് നമുക്ക് ഒരു പാരഗ്രാഫ് തരുമ്പോൾ ഇവിടെ മനസ്സിലാക്കുക എന്നുള്ളൊരു പദമാണ് വേണ്ടത്. എന്നിട്ട് അപ്പോൾ മേക്കൗട്ട് അതിലെടുത്തെഴുതുക. അതുപോലെ മേക്കപ്പ് മൈൻഡ്, മേക്കപ്പ്, മേക്ക് അപ്പ്, ലുക്ക് ആഫ്റ്റർ, ലുക്ക് ഫോർ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ക്രിസ്മസ് എക്സാമിലോ മറ്റും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് റൺ ഔട്ട്, സെറ്റ് ഔട്ട്, സോർട്ട് ഔട്ട്, മേക്ക് ഔട്ട്, ടേൺ ഔട്ട്,
അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും, എല്ലാം ഒരേപോലെ നമുക്ക് തോന്നും. അപ്പോൾ അതുപോലത്തെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക എന്നുള്ള നിങ്ങൾ എഴുതി ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും. ഓക്കെ, അല്ലെങ്കിൽ എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കുറേ പ്രാക്ടീസ് ചെയ്യുക. അത് സോ മാത്രമല്ല ഇതുപോലെ ഔട്ട് എന്ന് വരുന്നതൊക്കെ നിങ്ങൾ അതേപോലെ ഒരേപോലെയുള്ള ഫ്രേസൽ വെബ്സ് ഉണ്ടാവും, കേൾക്കുമ്പോഴൊക്കെ ഏകദേശം അർത്ഥങ്ങൾ ഒരേപോലെ തോന്നുന്നതൊക്കെ കുറച്ച് പണി തരാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ്. അതായത് ഒരു പാരഗ്രാഫ് തരും, അതിൽ നിന്ന് 3 WH ക്വസ്റ്റ്യൻസ് 3 യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് നിങ്ങൾ ഈ കോൺവെർസേഷൻ കംപ്ലീഷൻ പഠിക്കുമ്പോൾ തന്നെ അതിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം, WH ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം വളരെ ഈസിയാണ് ഈ ഒരു സംഭവം. 5 മാർക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഗ്രാമർ എന്ന് പറയുമ്പോൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ഈ വെക്കേഷൻ ടൈമിൽ തന്നെ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്തെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. മാത്രമല്ല ഞാൻ വേറെയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്പീഡായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക, പിന്നെ അതുപോലുള്ള നേരത്തെ തുടങ്ങേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ആ എക്സാം ടൈമിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ചാപ്റ്റർ പഠിക്കാനുള്ള സമയം പോലും ആ എക്സാം ടൈമിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വെക്കേഷൻ സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോഴേ നിങ്ങൾക്ക് നല്ലോണം യൂസ്ഫുൾ ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. ഇന്ന് SSLC ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോസ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ ബൈ, സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.